ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ പല നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ല ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നല്ലൊരു റൂട്ട് സ്റ്റോക്കിനെ കണ്ടെത്തുക. അതിനുശേഷം നല്ല ഇനം ഹൈബ്രിഡ് ഇനം ബൊഗെയിൻവില്ലയിൽ നിന്ന് കമ്പുകൾ ശേഖരിച്ച് ഇതുപോലെ ആപ്പ് രൂപത്തിൽ ചെത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് ബൊഗെയിൻവില്ല ചെടിയിലാണോ വെച്ച് പിടിപ്പിക്കുന്നത് അതിൽ ഒരു പിളർപ്പ് ഉണ്ടാക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ താഴോട്ട് ഒരു പിളർപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെത്തിവെച്ച സയൺ അതിലേക്ക് ഇറക്കി വെക്കുക. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് വെള്ളം കടക്കാത്ത രൂപത്തിൽ ഇതുപോലെ നന്നായി കെട്ടിവെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായി വെള്ളം കടക്കാത്ത രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം ഇതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി ഇതിൻ്റെ മുകളിലായി പോളിത്തീൻ കവറിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതിലേക്ക് ഉപയോഗിച്ചതിന് ശേഷം, ഇവിടെ ഉപയോഗിച്ചത് ഒരു 1% വീര്യമുള്ള കോപ്പർ ഓക്സി ക്ലോറൈഡാണ് ഇതിൽ ഉപയോഗിച്ചത്. അതിനുശേഷം ഇതിനെ നന്നായി താഴ്ഭാഗം കെട്ടി ഉറപ്പിച്ച് വെക്കുക. കെട്ടി ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൽ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ നന്നായി കെട്ടിവെച്ചതിന് ശേഷം തളിരുകൾ വന്നതിന് ശേഷം മാത്രമേ ഈ മുകളിലത്തെ പോളിത്തീൻ കവർ നീക്കം ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ തളിരിലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നൈട്രജൻ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും വളം ഉപയോഗിച്ച് നന്നായി നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത്. 15 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തളിരില വന്നു തുടങ്ങും. ഈ താഴെ കാണുന്നത് 15 ദിവസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കമ്പാണ്. അത് താഴെ നിന്നും കവർ ഒഴിവാക്കിയ ആണത്. അതിൽ നിങ്ങൾക്ക് കാണാം നിറച്ചും ഇലകൾ വന്ന് സക്സസ് ആയതാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ മുകളിലത്തെ പോളിത്തീൻ കവർ അയച്ചു മാറ്റാൻ പാടുള്ളൂ. ഇത് ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ്. ഇത് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 90% സക്സസ് ആവുന്നതുമാണ്.